ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തുടങ്ങി ഭയങ്കര മടി. അപ്പോൾ എന്നാൽ ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. എന്നാൽ ശരി, ഒത്തിരി നാളായി ആഗ്രഹിക്കണം ഉപ്പുമാവ് കഴിക്കണമെന്ന്. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് എന്നാൽ ഉപ്പുമാവ് ആകുമ്പോൾ പെട്ടെന്നാവുമല്ലോ, അതുണ്ടാക്കാമെന്ന് ഓർത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റവയൊക്കെ എടുത്ത് വെച്ച്, പിന്നെ പനഞ്ചക്കര ഉണ്ടായിരുന്നു, പനഞ്ചക്കര അത് ഇട്ട് ഒരു കട്ടൻ ചായയും തിളപ്പിച്ച് കുടിക്കാമെന്ന് ഓർത്തു. നല്ല അടിപൊളി ടേസ്റ്റാണ് പനഞ്ചക്കര കൊണ്ട് കട്ടൻ കാപ്പി. ചായ അല്ല കേട്ടോ, കാപ്പി. അപ്പോൾ അങ്ങനെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ചട്ടി എല്ലാവർക്കും അറിയാമല്ലോ, ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് അറിയാത്തവരാരില്ല. ബിഗിനേഴ്സ് പിള്ളേർക്ക് വരെ അറിയാം അല്ലേ, എല്ലാവർക്കും ഉപ്പുമാവ് ഉണ്ടാക്കാം. എന്നാൽ പക്ഷേ ഇതുപോലെ ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി വെക്കുക, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് സവാളയും പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി, അതും കൂടി ഇട്ട് നല്ലോണം മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഉപ്പിട്ടിട്ട് റവ നല്ലതുപോലെ അതിനകത്തിട്ടിട്ട് നല്ലോണം ഇളക്കി മറിച്ച് മൊരിഞ്ഞ്, അപ്പോൾ അതിന് ഈ ചട്ടിക്കകത്ത് കിടന്നിട്ട് നൊച്ച കേൾക്കുന്നവരെ റവ വറുത്തു കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇങ്ങനെ വറുത്തെടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് അത് മുങ്ങിക്കിടക്കുന്ന പാകം വരെ വെള്ളം ഒഴിക്കണം. അല്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കിയെടുത്താൽ റവ വേവത്തില്ല. അപ്പോഴാണ് നമുക്ക് അസിഡിറ്റിയുടെയും ഗ്യാസിൻ്റെയൊക്കെ നെഞ്ചരിച്ചൽ പോലെയൊക്കെ വരുന്നത്. ഇങ്ങനെ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഗ്യാസ് ഉണ്ടാവില്ല, നെഞ്ചരിച്ചലും ഉണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് അങ്ങനെ വെള്ളം ഒഴിച്ച് നികത്തി വെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി വേവിച്ചെടുക്കുക. എന്നിട്ട് പതുക്കെ ഇളക്കി കഴിഞ്ഞ് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് മൂടി വെക്കണം. മൂടി വെച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഉപ്പുമാവൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ടാവും. നല്ല അടിപൊളി ഇതായിട്ട് പൊങ്ങി നല്ല പയർ രൂപത്തിൽ പരപറാന്നിങ്ങനെ വിട്ട് കിടക്കുന്ന രൂപത്തിലായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ തിന്നാൻ. അപ്പോൾ ഉപ്പുമാവ് ഇഷ്ടപ്പെടാത്തവർക്ക് വരെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്തേക്കണേ. ഉപ്പുമാവും കട്ടൻ ചായ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.